ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനിമൽ കിങ്ഡത്തിലെ നെക്സ്റ്റ് ഫൈലമായിട്ടുള്ള ഫൈലം നിഡേറിയയാണ്. ഓക്കെ, ഈ നിഡേറിയയുടെ ഓൾഡ് നെയിമാണ് സീലൻട്രേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നിഡേറിയൻസിൻ്റെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നിഡേറിയൻസ് എന്ന് പറയുന്നത് അക്വാട്ടിക് അനിമൽസ് ആണ്, അതായത് വെള്ളത്തിൽ ജീവിക്കുന്നവരാണ് ഈ നിഡേറിയൻസ് എന്ന് പറയുന്നത്. മിക്കവരും മറൈൻ ആയിരിക്കും, പക്ഷെ ചില സ്പീഷീസുകൾ ഫ്രഷ് വാട്ടറിൽ കാണും. ഓക്കെ, അപ്പം നിഡേറിയൻസ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആനിമൽസ് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്, ഫ്യൂ ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ നിഡേറിയൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രയാണ്. ഓക്കെ, ഇവരിൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇവരുടെ ബോഡി സിമെട്രി എന്ന് പറയുന്നത് റേഡിയൽ ആണ്. അതുപോലെ ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്, അതായത് 2 ജേം ലെയേഴ്സ് കാണപ്പെടും. എക്ടോഡേം ആൻഡ് എൻഡോഡേം എന്ന് പറയുന്ന 2 ജേം ലെയേഴ്സ് കാണപ്പെടുന്നു. ഓക്കെ, അപ്പം നിഡേറിയൻസ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആനിമൽസ് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്, ഫ്യൂ ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ നിഡേറിയൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രയാണ്. ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബോഡി സിമെട്രി റേഡിയൽ സിമെട്രി ആണ്. ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നിഡേറിയൻസിന്റെ ഹാബിറ്റാറ്റ് നോക്കാം. ഓക്കെ, നിഡേറിയൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവർ അക്വാട്ടിക് ആനിമൽസ് ആണല്ലേ. അപ്പം നിഡേറിയൻസ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആനിമൽസ് ആണ്. അതുപോലെ തന്നെ ഇവർ മറൈൻ ആയിരിക്കും, ചിലത് ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നു. ഓക്കെ, അപ്പം ഹാബിറ്റാറ്റ് ഓർക്കുമ്പോൾ ഇവരെന്തായിരിക്കും? അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്, ഫ്യൂ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ നിഡേറിയൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രയാണ്. ഇനി നമുക്ക് ബോഡി സ്ട്രക്ചർ നോക്കാം. ബോഡി സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഡേറിയൻസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. ബോഡി വാളിന് 2 ലെയേഴ്സ് ഉണ്ട്. ബോഡി വാളിന് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയറിനെ പറയുന്നത് എക്ടോഡേം എന്നും ഇന്നർ ലെയറിനെ പറയുന്നത് എൻഡോഡേം എന്നാണ്. ബോഡി വാൾ ഹാസ് 2 cellular layers, ഔട്ടർ എക്ടോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഓക്കെ, ഈ 2 ലെയേഴ്സിനും ഇടയിൽ ഒരു ജെല്ലി ലൈക്ക് ലെയർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മീസോഗോളിയ എന്ന് പറയുന്നത്. ഓക്കെ, മീസോഗോളിയ എന്നാണ്. എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലുള്ള ഒരു ജെല്ലി ലൈക്ക് പോർഷൻ ഉണ്ട്, അതിനെ പറയുന്നത് മീസോഗോളിയ എന്നാണ്. ഇനി ബോഡിയുടെ സെന്ററിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി അല്ലെങ്കിൽ സീലൻട്രോൺ. അപ്പം ബോഡിയുടെ സെൻറ്ററിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, അതിനെ പറയുന്ന പേരെന്താണ്? ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി അല്ലെങ്കിൽ സീലൻട്രോൺ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻ ഇനി നമുക്ക് നോക്കാം. ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി ഡൈജഷൻ നടക്കാൻ സഹായിക്കുന്നത് ഈ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി ആണ്. ഫുഡ് മൗത്ത് വഴി എന്ത് ചെയ്യുന്നു? ഈ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ആര്? ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ നിഡേറിയൻസിന് ഒരു സെപ്പറേറ്റ് ഏനസ് ഇല്ല. നിഡേറിയൻസിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഏനസും കാര്യങ്ങളും ഇല്ല. ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണുള്ളത്. ഈ ഓപ്പണിങ് ഫുഡ് അകത്തേക്ക് എടുക്കാനും അൺഡൈജസ്റ്റഡ് വേസ്റ്റ് പുറത്ത് കളയാനും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ബോഡിയിൽ 2 സെല്ലുലാർ ലെയേഴ്സ് ഉണ്ട്, ഔട്ടർ എക്ടോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം എന്ന് പറയുന്നു. ഈ എക്ടോഡേത്തിനും എൻഡോഡേമിനും ഇടയിലായിട്ടൊരു ജെല്ലി ലൈക്ക് ലെയർ ഉണ്ട്, അതിനെ മീസോഗോളിയ എന്ന് പറയുന്നു. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ക്യാവിറ്റി ഉണ്ട്, അതിനെ പറയുന്നതാണ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഓപ്പണിങ് മാത്രമേ ഇവയ്ക്ക് പ്രസന്റ് ഉള്ളൂ. മൗത്ത് സെർവ് ബോത്ത് ഫോർ ഫുഡ് ഇൻടേക്ക് ആൻഡ് ഇജഷൻ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി കുറിച്ച് പറഞ്ഞു. എന്താണത്? സെൻട്രൽ ക്യാവിറ്റി ആണ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഡൈജഷൻ ഒക്കർ ഇൻ ദിസ് ക്യാവിറ്റി. ഡൈജഷൻ നടക്കുന്നത് ഈ ക്യാവിറ്റിയിൽ വെച്ചാണ്. ന്യൂട്രിയൻസ് ഡിസ്ട്രിബ്യൂട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. ന്യൂട്രിയൻസ് ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? ഈ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി സഹായിക്കുന്നുണ്ട്. ഓൺലി 1 ഓപ്പണിങ്. ഓക്കെ, ഒരു ഓപ്പണിങ് മാത്രമേ ഇതിനുള്ളൂ. അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബോത്ത് മൗത്തായിട്ടും ഏനസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് ഈ ഒറ്റ ഓപ്പണിംഗ് ആണ്. മൗത്തായിട്ടും ഏനസ് ആയിട്ടും എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഈ നിഡേറിയൻസിന്
ഉള്ളൂ. ഇനി അടുത്തതാണ് ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസിസ്റ്റ് എന്ന് പറയുന്നത്. നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസിസ്റ്റ് എന്ന് പറയുന്നത് നിഡേറിയൻസിൻ്റെ ഒരു അനദർ സ്പെഷ്യൽ ഫീച്ചറാണ്. ഓക്കെ, നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസിസ്റ്റ് എന്നാൽ ഒരു സ്പെഷ്യൽ സ്റ്റിങ്ങിങ് സെല്ലാണ്. ഇവ മെയിൻലി ടെൻറ്റക്കിൾസിലാണ് കാണപ്പെടുന്നത്. നിഡോബ്ലാസ്റ്റിൽ നിമാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ നിഡോബ്ലാസ്റ്റിൽ നിമാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഈ പ്രേ ടെൻറ്റക്കിൾസിനെ ടച്ച് ചെയ്യുമ്പോൾ നിമാറ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യും. ഈ ഡിസ്ചാർജ് ചെയ്യുകയും ഈ പ്രേയിനെ എന്ത് ചെയ്യുന്നു? പാരലൈസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പ്രേ ക്യാപ്ചർ ചെയ്യാനും ഡിഫൻസിനും നിഡോബ്ലാസ്റ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പ്രേ ക്യാപ്ചറിനും ഡിഫൻസിനും ഒക്കെ ഈ നിഡോബ്ലാസ്റ്റ് സഹായിക്കുന്നുണ്ട്. ഈ നിഡേറിയൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറിൽ പെട്ടതാണ് ഒരു സ്പെഷ്യൽ സ്റ്റിങ്ങിങ് സെല്ലുണ്ട്. അതിനെ പറയുന്ന പേരാണ് നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ കണ്ടെയ്ൻ നിമാറ്റോസിസ്റ്റ്. ഇതിനകത്ത് എന്ത് കാണപ്പെടുന്നു? നിമാറ്റോസിസ്റ്റ് കാണപ്പെടുന്നു. ഓക്കെ, അടുത്തതാണ് ഇത് എന്തിന് യൂസ് ചെയ്യുന്നു? ഡിഫൻസിനും ക്യാപ്ചറിങ് പ്രേയിനെ ക്യാപ്ചർ ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിഡേറിയൻസിൽ കാണുന്ന രണ്ട് മെയിൻ ബോഡി ഫോംസ് ആണ് പോളിപ്പ് ആൻഡ് മെഡൂസ എന്ന് പറയുന്നത്. പോളിപ്പ് ആൻഡ് മെഡൂസ എന്ന് പറയുന്നത് നിഡേറിയൻസിൻ്റെ രണ്ട് ബോഡി ഫോംസ് ആണ്. ഓക്കെ, പോളിപ്പ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ആണ്. അതുപോലെ സെസൈൽ ഫോം ആണ്. സെസൈൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസിൽ അറ്റാച്ച് ചെയ്ത് ജീവിക്കുന്നവരെയാണ് നമ്മൾ സെസൈൽ എന്ന് പറയുന്നത്. പോളിപ്പ് ഫോമിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രയാണ്. ദെൻ മെഡൂസ എന്ന് പറയുന്നത് അംബർല ഷേപ്പ്ഡ് ആണ്. ഇവര് ഫ്രീ സ്വിമ്മിങ് ഫോം ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെല്ലി ഫിഷ് ആണ്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ പോളിപ്പ് ഈസ് സെസൈൽ, മെഡൂസ ഈസ് ഫ്രീ സ്വിമ്മിങ്. ഓക്കെ, ഇനി നിഡേറിയൻസിൻ്റെ അനദർ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.